നമസ്കാരം. കേരളം വികസനത്തിനായി വെമ്പൽ കൊള്ളുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. KFCയും മക്ഡൊണാൾഡുമെല്ലാം ഇഷ്ടപ്പെടുന്ന നമ്മൾ അവരുടെ സംസ്കാരവും അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞോ എന്ന് സംശയിക്കുന്നു. യൂറോപ്പിൻ്റെ അടുത്ത തലമുറ അവരുടെ ജീവിത വീക്ഷണം തന്നെ മാറ്റുകയാണോ? ഇന്ന് ഈ വിഷയത്തെക്കുറിച്ചാണ് യൂറോപ്പ് മലയാളി ചാനൽ ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. യൂറോപ്പിലെ യുവതലമുറയുടെ വീക്ഷണം മാറുന്നു എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം അവർ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സോണിയാഗാന്ധിയെ വിവാഹം ചെയ്തതുപോലെയോ നമ്മുടെ മുൻ പ്രസിഡന്റ് KR നാരായണൻ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വിവാഹം ചെയ്തതുപോലെയോ ആയിരിക്കാം. പക്ഷേ അവർ കൂടുതലായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർക്ക് കേരളം വേണമെന്നില്ല, ഇന്ത്യ വേണമെന്നില്ല. മറ്റു രാജ്യങ്ങളിലേക്കും അവർ അവരുടെ പാർട്ണറെ അല്ലെങ്കിൽ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ തപ്പി പുറത്തു പോയിരിക്കുന്നു. അതിൻ്റെ തുടക്കക്കാർ നമ്മൾ തന്നെയല്ലേ? നമ്മളല്ലേ ഇവിടെ കൊണ്ടുവന്ന കൊച്ചുങ്ങളെയൊക്കെ നമ്മളവിടെ കൊണ്ടുവന്നത്. പക്ഷേ നമ്മുടെ ചിന്താഗതി അല്ല ഇന്നത്തെ തലമുറയ്ക്കുള്ളത്. അവർ കൂടുതലായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അവർ കൂടുതലായി ലോകത്തെ അറിഞ്ഞിരിക്കുന്നു. മറ്റ് രാഷ്ട്രങ്ങളിലെ ജനതയെ അവർ മനസ്സിലാക്കിയിരിക്കുന്നു. അവർക്ക് പക്കമായ അല്ലെങ്കിൽ അവരുടെ കൂടെ സഹകരിച്ച് പോകുന്ന ഒരു പാർട്ണറെയാണ് അവർ തപ്പുന്നത്. ഒരു പക്ഷേ അന്യരാജ്യത്തു നിന്നുള്ളവരാകാം, അത് കേരളത്തിൽ നിന്ന് അവരെ കണ്ടെത്തി ഇല്ല എന്ന് വരാം. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു, വേറെ ആൾക്കാരെ നോക്കി നടക്കുന്നു, തപ്പുന്നു, പാർട്ണറായി സ്വീകരിക്കുന്നു. എന്ത് തെറ്റാണ് താങ്കൾ കാണുന്നത്? നമ്മുടേതായ ഒരു സമൂഹത്തിൽ വരുമ്പോൾ ഒരു പക്ഷേ അവർ ഒറ്റപ്പെട്ടു പോവുക. അവർക്ക് നമ്മുടെ സമൂഹത്തിലെ കുറേ ആൾക്കാർ അവരെ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ ആരെ പാർട്ണറായി സ്വീകരിക്കുന്നുവോ ആ പാർട്ണറുടെ സമൂഹം അവരെ സ്വീകരിക്കാനും ഒരുപക്ഷെ മടിച്ചേക്കാം. അത് ഒരു ഡ്രോബാക്കായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റു തലത്തിൽ തീർച്ചയായും നല്ലതായിരിക്കാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം ആ സമൂഹത്തിൽ നിന്ന് തള്ളപ്പോട്ട് പോകുന്നു. അതുകൊണ്ട് പക്ഷേ എൻ്റെ അറിവ് വെച്ച് ഞാൻ ഒന്ന് രണ്ട് പേരോട് സംസാരിച്ചതിൻ്റെ അറിവ് വെച്ച് അവർ പറയുന്നത് ഞങ്ങൾക്ക് മറ്റ് ജീവിത സാഹചര്യങ്ങളുണ്ട്, വേറെ പല ഭാഗങ്ങളിലേക്ക് ഞങ്ങൾക്ക് എത്തിച്ചേരാം, ഈ സമൂഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കണം എന്നില്ല എന്നാണ് കുറച്ച് വൈഡായിട്ട് ചിന്തിക്കുന്നു. അവർ വൈഡായിട്ട് ചിന്തിക്കുന്നു. ഇന്നത്തെ യുവതലമുറ ഫാസ്റ്റാണ്. പുതിയൊരു ലോകത്തിലേക്കാണ് അവർ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു വ്യത്യാസമാണ് പ്രധാനമായിട്ട് താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു. മറ്റൊരു അഭിപ്രായത്തിലേക്ക് വരാം. നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ജീവിത സാഹചര്യങ്ങളും ജോലിയുമൊക്കെ ഉദ്ദേശിച്ചാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കൂടുതലായിട്ടും അറിയുവാൻ സാധിച്ചിട്ടുള്ള നമ്മുടെ കൾച്ചറിനെ ഏറ്റവും കൂടുതലും വളരെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്, ഈ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കാണാൻ സാധിക്കുക. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിവാഹത്തെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഭാര്യ എനിക്ക് അറിയത്തില്ലായിരുന്നു. വെറും 1-2 മണിക്കൂർ മാത്രം സംസാരിച്ചു. എനിക്കിഷ്ടപ്പെട്ടു, എൻ്റെ പേരൻസിന് ഇഷ്ടപ്പെട്ടു, അവളുടെ പേരൻസിന് ഇഷ്ടപ്പെട്ടു, വിവാഹം കഴിച്ചു. പക്ഷേ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കൺസെപ്റ്റ് ഒരിക്കലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ വിവാഹം എന്നുള്ളതിന് അവർ സെക്കൻഡറി ആയിട്ടുള്ള ഒരു പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അവർ ബോയ് ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ് അവർ താമസിക്കുക, അവർക്ക് എത്രമാത്രം മുന്നോട്ട് പോകുവാൻ പറ്റും, എന്നിട്ട് വിവാഹം കഴിക്കുക. പക്ഷേ അതെല്ലാം പരാജയമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അറേഞ്ച്ഡ് മാരേജ് നടത്തി നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തീർച്ചയായിട്ടും ഞാൻ ഒരു ക്രൈസ്തവ ഫാമിലി എന്നുള്ള വ്യക്തിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭാര്യയും അതുപോലെ ഞങ്ങളെല്ലാം മക്കളെ കൊണ്ടുപോകുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിന് ഒരു മോഡലാണ്. തീർച്ചയായിട്ടും അവർ നമ്മളിൽ നിന്ന് പലതും സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ കാഴ്ച. അതിനെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാമോ? നമ്മളുടെ കുടുംബങ്ങളുടെ കൂട്ടായ്മയുണ്ട്. നമ്മൾ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ ഇവിടെ ഒരുപക്ഷെ അതില്ലാത്തത് കൊണ്ടാവാം അത്തരം കൂട്ടായ്മകൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇംഗ്ലീഷ് സംസ്കാരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വരുന്നു എന്ന് പറയുന്നത്. അവർ അഡൽട്ടായി കഴിഞ്ഞാൽ വീടിന് പുറത്തുപോയി താമസിക്കുമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബ്രിസ്റ്റോളിൽ ഞങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ക്രിസ്ത്യൻസ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഹിന്ദുസിനുണ്ട്, മുസ്ലിംസിൽ വളരെ കുറച്ചാണ് തോന്നുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമൂഹം അതുപോലെ ബ്രിസ്റ്റോളിൽ മാത്രമല്ല UK-യിലെ നാനാ ഭാഗങ്ങളിൽ അതേ രീതിയിൽ വളരെ ഭംഗിയായിട്ട് പോകുന്ന സമൂഹങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരിക്കൽ പോലും നമ്മുടെ കുട്ടികൾ അങ്ങനെ ഒരു ഉണ്ടാകാം. നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടല്ലോ. ആക്ച്വലി എന്തോരം ആൾക്കാർ മറ്റ് സമുദായത്തിൽ, അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ പുറത്തു പോയി പഠിച്ചത് ബാംഗ്ലൂരും അതുപോലെ ഡൽഹിയിലും ഉണ്ടായില്ലല്ലോ. ഒരിക്കൽ പോലും നമ്മുടെ സമൂഹത്തിന് അങ്ങനെ ഒരു അബദ്ധം ഉണ്ടാകത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഠിന പ്രയത്നം എന്നുള്ളവർ വളരെ വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള പ്രവാസികളുടെ ഇടയിൽ മാത്രമല്ല, നാട്ടിലും ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ കൾച്ചറൽ ഇൻ്റഗ്രേഷൻ,
ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. തീർച്ചയായും ഒരു മനുഷ്യ സമൂഹം എന്ന നിലയിൽ എല്ലാവരുടെയും ആഗ്രഹവും എല്ലാവരുടെയും അഭിലാഷവും നന്നായി ജീവിക്കുക, ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കുന്നിടത്തോളം കാലം സന്തോഷത്തോടെ ജീവിക്കുക. എങ്ങനെ ഈ സന്തോഷം നേടാം എന്നുള്ളതാണ്. ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ ഓരോ വാക്കുകൾ, ഇംഗ്ലീഷ് വാക്കുകൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് സമന്വയം എന്നൊക്കെ പറഞ്ഞ് ഓരോ വാക്കുകളിലേക്ക് ഒതുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് തീർച്ചയായും, പ്രത്യേകിച്ച് നമ്മളിവിടെ ആദ്യം ചർച്ച ചെയ്യപ്പെട്ട ആൾ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ രാജുമ്മൻ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയം നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അടുത്ത തലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടുള്ള വിഷയമുള്ള കാര്യമല്ല. കാരണം നമ്മൾ ജനിച്ചതുപോലെ അവർ ജനിച്ചതോ അല്ലെങ്കിൽ വളരുന്നതോ ഇവിടുത്തെ സാഹചര്യത്തിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഒരു കുട്ടിയുമായി കല്യാണത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ അവരതിനെ ഒരു പ്രത്യേകതയായി കാണുന്നില്ല. പക്ഷേ അവർക്ക് സ്വാഭാവികമായും അവിടെ രക്തത്തിൽ തന്നെ ഒരു മലയാളിത്വം അല്ലെങ്കിൽ ഒരു ഭാരതീയത ഒക്കെ അവിടെ രക്തത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് അവർക്കൊരു അവസരം കിട്ടിയാൽ ഇവിടുത്തെ മലയാള സമൂഹം അല്ലെങ്കിൽ ഭാരതീയ സമൂഹവുമായി ചേർന്ന് പോകാൻ ഒരു അവസരം കിട്ടിയാൽ അവർ ഒന്നാമതായി ഓപ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും അത് തന്നെയാണ്, ആ കൾച്ചർ തന്നെ. അല്ലല്ല, അത് പലപ്പോഴും ഇതിപ്പോൾ ഇംഗ്ലീഷുകാരോടോ അല്ലെങ്കിൽ മറ്റ് രാജ്യക്കാരോടോ പോകുന്ന ഒരു അവസ്ഥ വരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ മതങ്ങളുണ്ടാകുന്നു, അതിനിടയിൽ ഇടയ്ക്ക് കുറേ ജാതികളും ഉണ്ടാകുന്നുണ്ട്. അതുണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാരണവശാൽ അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എന്ന് പറഞ്ഞത് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് UK-യിലുള്ളവർ കമ്പയർ ചെയ്യുന്നത് 20 വർഷം മുമ്പേക്ക് കമ്പയർ ചെയ്താൽ ഇവിടെ അധികം ഫാമിലികളില്ലായിരുന്നു. അവർക്ക് ഒരിക്കലും ഈ മലയാള സമൂഹം അല്ലെങ്കിൽ ഭാരതീയ സമൂഹവുമായി ഒത്തുചേർന്ന് പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല. താങ്കൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത്തരത്തിലുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞത് ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ളവർക്ക് എളുപ്പമാണെങ്കിൽ അവർ ഓപ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും ഈ കൾച്ചറിൽ തന്നെ പോകാനായിരിക്കും. മലയാളി എന്നുള്ളൊരു വാക്കുകൾക്കുപരിയായി ഒരു സംസ്കാരം. നാട്ടിലാണെങ്കിൽ ഇന്റർ കാസ്റ്റ് മാരേജിലൊക്കെ പങ്കെടുക്കുകയും സാക്ഷി നിൽക്കുകയും ചെയ്യാനൊക്കെ അവസരം കിട്ടിയ ഒരാളെന്ന നിലയിൽ, പക്ഷെ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് അവർക്കൊരു സമൂഹത്തിൻ്റെ സപ്പോർട്ട് പല അവസരങ്ങളിലും, കുടുംബത്തിൻ്റെ സപ്പോർട്ട് പല അവസരങ്ങളിലും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സപ്പോർട്ട് നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അവർക്ക് മിങ്കിൾ ചെയ്യാൻ ഒരു വൈക്ലഭ്യം ഉണ്ടാവുകയാണ് പല സന്ദർഭങ്ങളിലും. ഒരു വിവാഹ അവസരത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളെ എല്ലാവരും തുറച്ചു നോക്കുന്നു, ഞങ്ങളെ എല്ലാവരും ചർച്ച ചെയ്യുന്നു. താങ്കൾ പറഞ്ഞു ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അതായത് ഒരേ ജാതിയിലും ഒരേ സമൂഹത്തിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഇന്റർകാസ്റ്റ് മാരേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു ശ്രീകുമാർ സാറ് പറഞ്ഞ പോലെ ഇപ്പം ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ഒരു സമൂഹം ഉണ്ടെങ്കിൽ അത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഈ സമൂഹം ഒരിടത്തില്ലാത്ത സ്ഥലത്ത് മാത്രമാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് മിങ്കിൾ ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, പിള്ളേർക്ക് കളിക്കാനുള്ള കൂട്ടുകാരില്ല, അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ അവർ മറ്റൊരു രീതിയിലേക്ക് പോകും. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ലീവ് ഇൻ ചെയ്യുക. ഇപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങളൊരു സ്നേഹ അയൽക്കൂട്ടത്തിൻ്റെ അവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഫിഷ് പോൺസ് ഏരിയയിൽ നിന്ന്. അവിടെ നിന്നുള്ള ഫാമിലീസാണ് ഈ മൊത്തം വന്നിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കും നാട്ടിലെ കവലയിൽ പോലെ 10-15 പേരെ അവിടെ കാണും. സ്കൂളിൽ വിടുമ്പോൾ കാണും. ഇപ്പോൾ നമ്മുടെ പിള്ളേരും എല്ലാവരും എപ്പോഴും ഒന്നിച്ച് കളിക്കുന്നു, ഒന്നിച്ച് വളരുന്നു, ഒരേ സംസ്കാരത്തിൽ വളർന്നു, ഒരേ രീതിയിൽ പള്ളിയിൽ പോകുന്നു, ഒരേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പം നമ്മുടെ പിള്ളേർക്ക് വേറൊരിടത്ത് പോകണമെന്നുള്ള ആഗ്രഹം വരത്തില്ല. അല്ല, പ്രസാദ് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അയൽക്കൂട്ടം ഇല്ലെങ്കിൽ ഒരു ഫിഷ് പൗണ്ട്സ് ഇവർ രാവിലെ കാണുന്നു, പിള്ളേരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നു, ഇതൊക്കെ ഈ ചെറുപ്പത്തിലുള്ളതാണ്. ഇത് കഴിഞ്ഞ് പിള്ളേർ അവരുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് അവർ മുമ്പിലോട്ട് പോകുമ്പോഴാണ്. അതായത് യൂണിവേഴ്സിറ്റി പോകുമ്പം പുതിയ പാർട്ട്നേഴ്സിനെ കിട്ടുന്നു, ഇല്ലെങ്കിൽ ആൾക്കാരെ കാണുന്നു. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. അവർ ഇവിടെ ജീവിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ഒരു കൾച്ചറില്ല, ഇംഗ്ലീഷ് കൾച്ചറിലില്ല, മലയാളം കൾച്ചറിലില്ല, ഇല്ല നോർത്ത് ഇന്ത്യൻ കൾച്ചറിലില്ല, ഒരു കൾച്ചർ. അവർ ഒരു മിക്സ് കൾച്ചറാണ് ഇവർ. അതെ, തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലേഡിയെ വിവാഹം കഴിച്ചു, അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരനെ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോൾ അഭിമാനം കൊള്ളുന്ന പേരൻസ് ഇല്ലേ? അല്ല, അഭിമാനം കൊള്ളണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഏത് പിതാവും മാതാവും ആഗ്രഹിക്കുന്നത്
തീർച്ചയായിട്ടും അവനവൻ്റെ കുഞ്ഞുങ്ങൾ അവരവരുടെ സംസ്കാരത്തിൽപ്പെട്ട ഒരു വധുവിനെയോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെയോ തിരഞ്ഞെടുക്കണമെന്നാണ്. പണ്ട് നമ്മുടെ കാരണവന്മാരൊക്കെ ഉണ്ടായിരുന്നു, വല്യപ്പന്മാരെ, അവരെല്ലാം പറഞ്ഞു കൊടുത്ത് ഇല്ലെങ്കിൽ പേടിയുണ്ടായിരുന്നു. അത് തന്നെയല്ല, അവർ ജീവിക്കുന്ന കേരളത്തിൽ ജീവിക്കുന്നു, ഇല്ല ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ അവരുടെ സംസ്കാരം എന്തെന്ന് പറഞ്ഞാൽ അവർക്കറിയാം. അവർ കാണുന്നു അവർ കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുന്നത്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് എൻ്റെ കൾച്ചർ എന്ന് മനസ്സിലാക്കി അവർ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് നമ്മുടെ ഉത്തരവാദിത്വം. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെയും തുടക്കം കുടുംബമാണ്. കുടുംബത്തിൽ നമ്മൾ കാര്യങ്ങൾ ശരിയേറ്റ രീതിയിൽ കാണിച്ചു കൊടുത്തും അപ്പനും അമ്മയും പിള്ളേരും ഒരുമിച്ച് ഒരുമയുടെ ജീവിതം കാണിച്ചു കൊടുത്താൽ അവരേത് ലോകത്ത് പോയാലും, അവർ സ്കൂളിലായാലും, സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂൾ കഴിഞ്ഞു തിരിച്ചു വന്നു, അവർക്കൊരു ഒരുമ വീട്ടിൽ കിട്ടിയെങ്കിൽ, അല്ലാതെ അപ്പനൊരു കാര്യം ചെയ്തു അമ്മ ഒരു കാര്യം ചെയ്തു എൻ്റെ ഇൻട്രസ്റ്റ് ഒന്ന് അങ്ങനെ പോകുമ്പോഴത്തേനും എല്ലാവരും അവരവരുടെ സന്തോഷം തേടിപ്പോവും. എല്ലാവരും ഒരുമിച്ച് കുടുംബത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അവർ പ്രായമാവും, യൂണിവേഴ്സിറ്റിയിൽ പോവും, എവിടെ പോയാലും നമ്മുടെ തുടക്കം കുടുംബത്തിൽ നല്ലത് കാണിച്ചു കൊടുത്തെങ്കിൽ ഏത് ലോകത്ത് പോയാലും അവർ തിരിച്ച് എൻ്റെ കുടുംബത്തിലെത്തണം, എൻ്റെ കുടുംബത്തിൻ്റെ കൾച്ചർ ഫോളോ ചെയ്യണം, അതിനുവേണ്ടി അവർ ശ്രമിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കൊരു ചിന്ത വരുന്നതിന് മുമ്പ് ഒരു തവണ യൂറോപ്പ് മലയാളിയിൽ വന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ചായിരുന്നു അന്ന് സംസാരിച്ചിരുന്നത്. അപ്പോൾ അതിനോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ ജനറേഷനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ജനറേഷനാണ്. അവരുടെ ചിന്താഗതികളും അവരുടെ കാഴ്ചപ്പാടുകളും വളരെ ഫാസ്റ്റാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്ന അതേ ട്രെൻഡിൽ തന്നെ അവർ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് ശാഠ്യം പിടിക്കാൻ പറ്റത്തില്ല. എന്നാൽ അവരെ ഉൾക്കൊള്ളുകയും എന്നാൽ നമ്മുടെ പാരമ്പര്യങ്ങളെയും നമ്മൾ പിന്തുടർന്നു വരുന്ന എല്ലാവിധമായ സാഹചര്യങ്ങളിലും അവർക്കും ഒരു കാഴ്ചപ്പാട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്കും നല്ലത് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു മനസ്ഥിതി ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഈ മിക്സ് മാരേജസ് കൂടി വരുന്നതായിട്ട് തോന്നാറുണ്ടോ? അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അത് പൂർണ്ണമായും നമ്മൾ മാതാക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ കുറ്റം പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നല്ല തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്കുണ്ട്. അത് നമുക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർക്ക് അങ്ങനെയുള്ള അവസരങ്ങൾ അവർക്ക് ലഭ്യമാക്കുകയും ചെയ്താൽ അവർ നല്ല തന്നെ തിരഞ്ഞെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ ട്രെൻഡ് കേരളത്തിലോട്ട് നോക്കിയാലും, യൂറോപ്പിൽ മാത്രമല്ല കേരളത്തിലോട്ട് നോക്കിയാലും നമുക്കറിയാം, സെലിബ്രിറ്റികൾ പോലുള്ള മീര ജാസ്മിൻ പോലുള്ള ആൾക്കാർ അവർ പാർട്ട്നേഴ്സുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനോടാണ് പ്രിഫർ ചെയ്യുന്നത്. കല്യാണം എന്നുള്ളൊരു കാര്യത്തിനോട് അവർ വലിയ കാഴ്ചപ്പാട് കൊടുക്കുന്നില്ല. അതൊക്കെ വാച്ച് ചെയ്യുന്നൊരു ജനറേഷനിൽ തീർച്ചയായിട്ടും അവരുടെ കാഴ്ചപ്പാടുകളും ഇങ്ങനെ ആയിക്കൂടാ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അടുത്ത സബ്ജക്റ്റാണ്. അതിന് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. നമ്മൾ പൂർണ്ണമായും അത് നല്ലതാണ്, ഇത് മാത്രം ചീത്തയാണ് എന്ന് പറയുന്നതിനോട് താല്പര്യമില്ല. ഞങ്ങൾ പ്രസാദ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ അയൽക്കൂട്ടങ്ങളും കമ്മ്യൂണിറ്റി പരമായുള്ള ആക്ടിവിറ്റീസും പിള്ളേർക്ക് നല്ലൊരു എക്സ്പോഷർ കൊടുക്കുന്നുണ്ട്. നമ്മൾ പിന്തുടർന്നു വരുന്ന നമ്മുടേതായ പാരമ്പര്യങ്ങളെ, ഓണാഘോഷങ്ങൾ, അതുപോലെയുള്ള പാരമ്പര്യങ്ങൾ, കേരളപ്പിറവികൾ ഒക്കെ അവർക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ അവരും അതിൽ വളർന്നു വരുന്ന ഒരു ജനറേഷനായിട്ട് മുന്നോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കമ്മ്യൂണിറ്റിയിൽ ഇൻ്റഗ്രേഷൻ ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഫാമിലികളിലാണോ പ്രധാനമായിട്ടും ഇത് കണ്ടുവരുന്നത്? തീർച്ചയായിട്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അതായത് നമ്മുടെ സമൂഹവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടേതായ ഒരു കമ്മ്യൂണിറ്റി ഇല്ലാണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് തോന്നുന്നു അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ അടുത്ത കുഞ്ഞുങ്ങളെ മറിച്ച്, അതായത് മറ്റുള്ള ആ ഒരു ഇത് അവർ കോപ്പി ചെയ്യാനായിട്ട് കൂടുതലും സാധ്യതയുള്ളത്. കാരണം അത് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ. കാരണം ഞങ്ങളുടെ ആ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ ശക്തമായ രീതിയിലൊരു ഇൻ്റർ റിലേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പുറത്ത് പോയാലും, ഈ പ്രായത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, അതിനുള്ള അടിസ്ഥാനം നമ്മുടെ സമൂഹത്തിൽ അല്ല നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുണ്ടായാൽ ഞാൻ പറയുന്നു തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു, അതായത് പുറത്തു പോകുന്ന, അതായത് പുറത്തെ സമൂഹവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ വേണ്ടാത്ത കാര്യങ്ങൾ അവർ കോപ്പി ചെയ്യുന്നതിന് തീർച്ചയായിട്ടും അത് കുറയും എന്നാണ്. നമ്മുടേതായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുണ്ടാവും. തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ നമ്മളുണ്ടാക്കും. അപ്പോൾ ഇതുപോലെയുള്ള ഇപ്പോൾ ഞങ്ങളുടെ സമൂഹത്തിലുള്ള സ്നേഹ അയൽക്കൂട്ടം പോലെയുള്ള ഇതുപോലെയുള്ള ഗ്രൂപ്പുകൾ ഫോം ആവുകയും അവർ ഇപ്പോൾ നമ്മുടെ മലയാളി കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ എൻ്റെ മകനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കൂടുതൽ ഫ്രണ്ട്സ് നമ്മുടെ മലയാളി ഗ്രൂപ്പിലാണ്, ഇംഗ്ലീഷ് ഗ്രൂപ്പിലല്ല. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുകയും റൈറ്റ് ചോയ്സ് എടുക്കാനായിട്ട് അവർ ഓട്ടോമാറ്റിക്കലി എന്നും നമ്മൾ ആ കുട്ടികളെ നിർബന്ധിക്കാൻ പറ്റില്ല. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് മലയാളികളോട് മാത്രമേ ഫ്രണ്ട്ഷിപ്പ് ആവൂ എന്ന് പറയാൻ നമുക്ക് പറ്റൂ. പക്ഷെ അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രോബാക്സ് ഉണ്ടാകും, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ഉണ്ടാകും. ഇത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അത് പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഉണ്ടാക്കും. 25 വർഷം പുറകോട്ട് പോവുക. 25 വർഷം നമ്മൾ
നമ്മുടെ കൾച്ചർ എന്തായിരുന്നു? ഓക്കെ. 25 വർഷം മുമ്പ് നമ്മുടെ കൾച്ചർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റില്ല. അതിപ്പോൾ പറ്റില്ല. പറ്റില്ല. എന്നാൽ 25 വർഷത്തെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ ഒരുമാതിരി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഫോളോ ചെയ്യിപ്പിച്ചാൽ ഒരു വിഷയങ്ങളും ഒരു ഇതും ഉണ്ടാകാതെ മുമ്പോട്ട് പോകും. അല്ലാതെ അതിപ്പോൾ നമ്മളെ വലിയമ്മമാർ കാണിച്ചിട്ടുള്ള മിസ്റ്റേക്കുകൾ അത് മിസ്റ്റേക്കാണെന്ന് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നിയിട്ട് നമ്മളത് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മളെ കുട്ടികൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു തമിഴ് ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ കൂടെ മലയാളിയും കൂടെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം കഴുത്തറുത്ത ഒരു സംഭവം ഉണ്ടായി. എല്ലാവരും ന്യൂസ് കണ്ടിരുന്നതാണ്. അതിനൊക്കെ കാരണം എന്തുവാണ്? 1.5 മാസത്തെ പരിചയം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ മനസ്സറിഞ്ഞ് കൂടുതൽ കുറച്ചും കൂടെ നമ്മളെ കണ്ടറിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുട്ടികളും നമ്മുടെ ആ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും പുറത്തു പോയില്ല. കാരണം ഞാൻ 25 വർഷം മുമ്പെന്ന് പറഞ്ഞതിൻ്റെ കാര്യം, 25 വർഷം മുമ്പ് ഞാൻ ബോംബെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, നിനക്കൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അമേരിക്കയിൽ നിന്നാന്ന് പറഞ്ഞു. അമേരിക്കക്കാരിയല്ലോ, മലയാളിയായിരുന്നു അല്ലേ? അമേരിക്ക എന്ന് പറഞ്ഞാൽ മലയാളി, അമേരിക്ക ജോലി ചെയ്യുന്നൊരു മലയാളി വരുന്നുണ്ട്. അപ്പം സാമ്പത്തികമായിട്ട് നമ്മൾ ഇച്ചിരി പുറകോട്ടായതുകൊണ്ട് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുന്നൊരു മാർഗം അതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എയർപോർട്ടിൽ ഇന്ന ഫ്ലൈറ്റിന് വരും, നീ അവിടെ വന്ന് കാണണം, കണ്ടു കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ പറയുക, ഞങ്ങളുടെ സമുദായം അല്ലെങ്കിൽ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു പറ്റിയല്ല, നീ ഒന്ന് പോയി കാണാൻ പറഞ്ഞു. ഞാനവിടെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ, കാരണം ഞാൻ എൻ്റെ അമ്മയുടെ പ്രായത്തിലാണ് ആ പുള്ളിക്കാരത്തെ കാണുന്നത്. അപ്പോൾ ഞാൻ അതിനെ കല്യാണം കഴിച്ചുകൊണ്ട് വേണം ഞാൻ രക്ഷപ്പെടും. 25 വർഷം മുമ്പെന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്നത് രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണല്ലേ? അത് അല്ല, വിവാഹം ഇന്നിപ്പോൾ ഇങ്ങനെ ഈ വരുന്നതിൻ്റെ ഏറ്റവും മെയിൻ ഇത് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസമാണ്. അവനവന് ചേരുന്ന ആ വിദ്യാഭ്യാസമുള്ള ഒരാളെ കിട്ടാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ആൾക്കാർ മറ്റ് സൈഡുകളിലേക്ക് മാറുന്നത്. തീർച്ചയായിട്ടും. ഒരു പരിധി വരെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ എൻ്റെ മകളാണെങ്കിലും മകനാണെങ്കിലും മകള് ഇത് എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറയുകയാണെങ്കിൽ, ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുമ്പം അമ്മയ്ക്ക് അത് തിരുത്താൻ പറ്റും. മോളെ അത് ശരിയല്ല. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. എങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കല്യാണം കഴിച്ച് നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ളവരെ കല്യാണം കഴിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ അവിടെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. 25 വർഷം മുമ്പാണെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ്. 25 വർഷം മുമ്പ് ആണെങ്കിൽ ഞാനൊരു പക്ഷേ ചിലപ്പം ചിന്തിക്കും, കിളവിയാണോ എന്ന് നോക്കും. രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ കെട്ടുമായിരുന്നു. അത് അന്നത്തെ സാഹചര്യമാണ്. അല്ല അപ്പൊ ആ രീതിയിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പല പല അഭ്യാസങ്ങൾ കാണിച്ചിട്ടുണ്ട്. എത്രയോ ഉദാഹരണങ്ങളുണ്ട്. ഒരുപക്ഷെ ഞാനും കാണിച്ചെന്നിരിക്കും. പക്ഷേ എന്നിരുന്നാലും ഇതെല്ലാം ഒരു ഭാഗ്യമാണ് എന്നേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഞാനാണെങ്കിൽ വളർന്നതും ജനിച്ചതും എല്ലാം നോർത്ത് ഇന്ത്യയിലായിരുന്നു. അവിടെ ഞങ്ങൾ പള്ളിയിൽ പോകും, ഹിന്ദി പള്ളിയിലാണ് പോകുന്നത്, ലാറ്റിൻ ചർച്ച്. അന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മലയാളം കുർബാനകളും ഒന്നും ഇല്ല. ബട്ട് പേരൻസ് നമ്മളെ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നു, എല്ലാ സൺഡേ സമയത്തിന് കൊണ്ടുവന്നു പഠിപ്പിക്കുന്നു. കാര്യം ദേ ആർ സ്പെൻഡിങ് ടൈം. നമ്മൾ ഒരാൾ മോർണിംഗും നൈറ്റും അല്ല പോകുന്നത്. ദേ ആർ സ്പെൻഡിങ് ടൈം. എന്ന് പറഞ്ഞാൽ മണി സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് തന്നെ അവർ സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികൾ നമുക്ക് വേണ്ടി. പിന്നെ ആയിട്ട് എല്ലാ വർഷവും നാട്ടിൽ കൊണ്ടുപോകുന്നു. നമ്മൾ കൊച്ചുങ്ങളെ നാട്ടിലെ കാര്യങ്ങൾ കാണിക്കുന്നത്. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൊച്ചുങ്ങളെ കാണിക്കത്തില്ല, പക്ഷെ ആഗ്രഹിക്കുന്ന കൾച്ചർ ആ കൾച്ചറാണ്. നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അതാ വരുന്നത്. നമ്മളിവിടെ വീട്ടിൽ നമ്മൾ ആസ് എ ഫാമിലി കൊച്ചുങ്ങളെ ഫ്രം ദ ഫൗണ്ടേഷൻ തൊട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ നാളെ യൂണിവേഴ്സിറ്റിയിൽ പോയാൽ ഏത് ഇംഗ്ലീഷുകാരനെ കണ്ടാലും ആഫ്രിക്കനെ കണ്ടാലും നമ്മുടെ മലയാളി കൊച്ചുങ്ങൾ വീഴത്തില്ല. അത് നമ്മുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലെങ്കിൽ നമ്മൾ നാളെ യൂണിവേഴ്സിറ്റി ചെന്ന് കഴിഞ്ഞിട്ട് ഒരു വടിയും പിടിച്ച് മോനെ പറ്റത്തില്ല, ദിസ് വിൽ നോട്ട് ഹാപ്പൻ. ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വെക്കുമ്പം ദ ഹോൾ ഹൗസ് വിൽ ഫോൾ ലൈക്ക് എ ബ്ലോക്സ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ഇതിനു മുമ്പ് 25 വർഷത്തെ കാര്യം പറഞ്ഞതിനെ പറ്റിയാണ്. അതിനകത്ത് എൻ്റെ സുഹൃത്ത് സിർല് പറഞ്ഞു, സിർല കിളവിയെ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷേ എനിക്ക് തോന്നുന്നത് സിർലിൻ്റെ ആ മനസ്സും അവൻ്റെ സ്വഭാവവും വെച്ച് പറയുകയാണെങ്കിൽ ആ കിളവി രക്ഷപ്പെട്ടോട്ടെ എന്നോർത്തുകൊണ്ട് സിർല് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വിഷയത്തെപ്പറ്റി എനിക്ക് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം,
സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്നോ സ്വന്തം സമുദായത്തിൽ നിന്നോ മാറി വേറൊരു വിവാഹം കഴിക്കുന്നത് ടോട്ടൽ ഫെയിലിയർ ആയിരിക്കും, ആകാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അല്ല, സക്സസ് ആയിട്ട് കഴിയുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് അടക്കി അങ്ങ് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അതിനകത്തുള്ള ഒരു ബേസിക് സൈക്കോളജി എന്താണെന്ന് വെച്ചാൽ, ഈ വ്യക്തി ഒരു പുതിയ സമുദായത്തിൽ ചെല്ലുന്ന അല്ലെങ്കിൽ പുതിയൊരു കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇടപഴകി എത്രത്തോളം ആ കൾച്ചറുമായിട്ടോ ആ ഇതുമായിട്ട് ഇൻവോൾവ് ആകാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വിഷയം. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിലും സക്സസ് ആയ ധാരാളം ആൾക്കാരുണ്ട്. അത് ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ. ഈ വ്യക്തി അവിടെ പോയി എത്രത്തോളം ഇൻവോൾവ് ആകുന്നു എന്നുള്ളത് കൂടാതെ ആ കമ്മ്യൂണിറ്റി അല്ലെ ആ ഗാദറിങ് ഈ വ്യക്തിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു ആസ്പെക്റ്റ് കൂടി അതിൻ്റെ അകത്തുണ്ട്. ഈ രണ്ട് ആസ്പെക്റ്റുകൾ വന്നു കഴിയുമ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സോളിഡായിട്ടുള്ള ഒരു ത്രെഡ് അതിൻ്റെ അകത്ത് വർക്കൗട്ട് ആവുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം വരുന്നത്. എനിക്ക് തോന്നുന്നത് പിള്ളേർ വലുതായി കഴിഞ്ഞിട്ട് അവർക്കും റൈറ്റ് റോങ് ഒത്തിരി അവർക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, അവരെല്ലാം ലൈഫ് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കും അറിയാം അവർക്ക് എന്താണ് ശരിയാണെന്ന്. പിന്നെ ഇതുപോലെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഞാനും നോർത്ത് ഇന്ത്യയിലാണെന്ന് വളർന്നതൊക്കെ. പക്ഷേ എല്ലാ വെക്കേഷനിലും എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു അമ്മച്ചിയും ചാച്ചനെയും കേരളത്തിലെ കൾച്ചറൊക്കെ കാണാൻ. അപ്പം ദേ മേഡ് ഷുവർ കി ഞങ്ങൾക്ക് മലയാളം അറിയാം, സംസാരിക്കാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മമ്മി പപ്പായി ഒത്തിരി അവർ അതിനെ പറ്റി അവർ ഭയങ്കര കൺസേൺഡ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അവരൊത്തിരി ഞങ്ങളുടെ കൂടെ ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്ത് ഞങ്ങളോട് ഒത്തിരി ഫ്രണ്ട്സ് പോലെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ഓക്കെ, ദിസ് ഈസ് യുവർ കൾച്ചർ, ഇതാണ് നിങ്ങളുടെ കേരളം. പിന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ വേറെ കൾച്ചേഴ്സും കാണുന്നു. പിന്നെ ഞങ്ങൾ എൻ്റെ കല്യാണപ്രായമായപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ, ഇപ്പം ഞാനൊരു നോർത്ത് ഇന്ത്യനെ കെട്ടിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ബിക്കോസ് ഐ ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാം. പക്ഷേ ഞാൻ ആ ചെറുക്കനെ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ നാട്ടിൽ കൊണ്ടുപോകുമ്പം മമ്മിക്കും പപ്പായ്ക്കും ചിലപ്പം സംസാരിക്കാം, പക്ഷേ അമ്മച്ചിക്കും ചാച്ചനും അവർക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഞാൻ ചിന്തിച്ചത് കാരണം എനിക്ക് അവരോട് അത്ര അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ പപ്പായും മമ്മിയും. കാരണം അവർ അത്രയും ടൈം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. നോർത്ത് ഇന്ത്യയിൽ ഒരാരെങ്കിലും വിവാഹം കഴിച്ചിരുന്നു എങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് അത് വേണ്ടെന്ന് വിചാരിച്ചത്. അതെ. അപ്പം ഈ മെയിൻലി എനിക്ക് കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ അതാണ് മെയിൻലി. ബാക്കി കൾച്ചർ നമുക്ക് ചിലപ്പം ഓക്കെ അക്കോമഡേറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷെ അവർ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അവരുടെ തമ്മിലൊരു കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടാൾക്കാർ മാത്രമല്ലല്ലോ, ഫാമിലീസ് തമ്മിലുമാണ്. അപ്പം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും വളരുന്നത്. അപ്പം ഇപ്പം ജോസിന് മലയാളം അറിയത്തില്ലായിരുന്നെങ്കിൽ ജോസ് വന്നിട്ട് അവിടെ ചുമ്മാ ഒറ്റപ്പെട്ടു പോകും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ദീർഘവീക്ഷണം ഉള്ളതുകൊണ്ടാണ് അല്ലേ? അതെ. സീന പറഞ്ഞതിനോട് 100% എനിക്ക് യോജിപ്പാണുള്ളത്. പലപ്പോഴും ഇവിടെ സംസ്കാരത്തെ പറ്റിയാണ് എല്ലാവരും സംസാരിച്ചിരുന്നത്. നമ്മുടെ സംസ്കാരം മലയാള സംസ്കാരം, പക്ഷേ നമ്മുടെ കുട്ടികളുടെ സംസ്കാരം മലയാള സംസ്കാരം അല്ല. സീന ജനിച്ചു വളർന്ന വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും സംസ്കാരങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ മലയാള സംസ്കാരവും ഇംഗ്ലണ്ടിലെ സംസ്കാരവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എനിക്ക് മനസ്സിലായത് നമ്മുടെ സംസ്കാരം നമ്മുടെ കുട്ടികളെ നാം അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭാവി ഉണ്ടാകും എന്നാണ്. ഓക്കെ. അല്ല, ഇപ്പം അടിച്ചേൽപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മൾ എത്ര നേരം അടിച്ചേൽപ്പിക്കുന്നത്? ബാക്കി അവർ സ്കൂളിൽ പോയിട്ട് അവർ വേറൊരു കൾച്ചറാണ് കാണുന്നതും. അല്ലേ? അതെ. പക്ഷേ അടിച്ചേൽപ്പിക്കുന്ന കൾച്ചർ സംസ്കാരം എത്ര നാൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അപ്പം അവിടെ എനിക്ക് മുമ്പ് പറഞ്ഞ ആൾ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഏറ്റവും വലിയൊരു കാര്യം പറഞ്ഞത്. ജനിക്കുമ്പോൾ തൊട്ടേ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. ജെയിംസ് പറഞ്ഞതുപോലെ തന്നെ പണത്തിന് വേണ്ടിയിട്ടാണ് നാം ഇവിടെ വന്നത്, ശരിയാണ്. പക്ഷേ പണമല്ല, നമ്മുടെ കുട്ടികളാണ് വലുത് എങ്കിൽ പണത്തോടൊപ്പം അതിലുപരിയുമായോ നാം കുട്ടികളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ നമ്മൾ വിവാഹം കഴിച്ചതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും നമ്മുടെ സമുദായത്തിൽ നിന്നോ നമ്മുടെ സംസ്കാരത്തിൽ നിന്നോ മലയാളി സംസ്കാരത്തിൽ നിന്നോ വിവാഹം കഴിച്ചിരിക്കും. ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. ഇതിൻ്റെ അവസാന ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം കാണാവുന്നതാണ്.